പുതിയ TV റേറ്റിംഗ് നയം പ്രഖ്യാപിച്ചു കേന്ദ്രം. TRP ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയ്ക്കുള്ള മാനദണ്ഡങ്ങളാണ് വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കിയത്. പുതിയ വ്യവസ്ഥയനുസരിച്ച് ഓൺലൈൻ പ്രേക്ഷകരെയും ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് നിർണ്ണയിക്കാനായി കണക്കിലെടുക്കും. വിവരണവുമായി ഐസൺ ജോസ് തുടരുന്നു. ഐസൺ, പുതിയ ഒരു റേറ്റിംഗ് നയം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാകുക? അമൽ, പുതിയ റേറ്റിംഗ് നയം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഭാർക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ആണ് ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നതെങ്കിൽ സമാനമായ മറ്റു റേറ്റിംഗ് ഏജൻസികളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റേറ്റിംഗ് ഏജൻസികളെ തയ്യാറാക്കുക എന്ന ഒരു കൃത്യമായ ഒരു നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. അല്ലെങ്കിൽ പുതിയ നയത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല മറ്റു പല വിഷയങ്ങളും, അതായത് നിലവിൽ പരമ്പരാഗതമായി ടെലിവിഷൻ ചാനലിലൂടെ കാണുന്നവരെ മാത്രമാണ് റേറ്റിംഗിൽ ഉൾപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ TV-കളിലും ഇൻ്റർനെറ്റ് TV എല്ലാം തന്നെ അത്തരത്തിലുള്ള TV പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തുന്ന, അത് ഡയറക്റ്റ് ഹോം സംവിധാനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ റേറ്റിംഗ് ഉപയോഗിക്കുന്ന റേറ്റിംഗ് നിരീക്ഷണ യൂണിറ്റുകൾ നിലവിൽ 58,000 വീടുകളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെങ്കിൽ. അത് കേരളത്തിൻ്റെ മാത്രം കണക്കുകളാണ് പറയുന്നത്. കേരളത്തിലെങ്കിൽ അത് 80,000 ഉയർത്തണമെന്നും 5 കോടി രൂപ അടിസ്ഥാന മൂലധനമുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ റേറ്റിംഗിൽ പങ്കെടുക്കാമെന്നൊരു ധാരണയുമുണ്ട്. നേരത്തെ അത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങളിൽ, അതായത് കുറേ കൂടി കുറവ് മൂലധനം പെയ്ഡ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്താവുന്ന രീതിയിൽ കുറേ കൂടി വിശാലമായും മത്സരാധിഷ്ഠിതമായും റേറ്റിംഗ് സംവിധാനം ഒരുക്കുക എന്നതാണ് ഈ പുതിയ നയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ പരമ്പരാഗത ടെലിവിഷൻ സംവിധാനങ്ങൾ എന്നതിനപ്പുറം ഒരു ടെലിവിഷൻ കൺവർജൻസ് അല്ലെങ്കിൽ ഒരു മീഡിയ കൺവർജൻസിൻ്റെ ഭാഗമായി നടക്കുന്ന മാധ്യമരംഗത്ത് OTT പ്ലാറ്റ്ഫോം ആയാലും അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ പല രീതിയിൽ ലഭ്യമാകുന്ന വഴികളുണ്ട്. പല സോഴ്സുകളിലൂടെ വാർത്തകൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ടെലിവിഷൻ വാർത്തകൾ പല സോഴ്സിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമായാണ് പുതിയ റേറ്റിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സ്വാഭാവികമായും നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് പരമ്പരാഗത കേബിൾ സംവിധാനവും അതുപോലുള്ള സംവിധാനങ്ങൾക്കും അപ്പുറം ഈ ടെലിവിഷൻ സംവിധാനം റീച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലെ എല്ലാ റേറ്റിംഗും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കണക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റേറ്റിംഗ് ആയിരിക്കും നിശ്ചയിക്കുക. അത് തീർച്ചയായും മത്സരക്ഷമമായ ഒരു സാഹചര്യം ടെലിവിഷൻ റേറ്റിംഗ് രംഗത്ത് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ മാനദണ്ഡങ്ങൾ മാറ്റുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം.